ചിഹ്നം കോട്ടയത്ത് ഒരു ചിഹ്നക്കാര്യം അല്ലേ അല്ല. രണ്ടിലേക്ക് വോട്ട് കുത്തി ശീലിച്ചവരാണ് കൂടുതലും. അവരത് തുടരുമോ? ചിഹ്നമല്ല ചിന്തയിലാണ് കാര്യമെന്ന് പറയുമോ? വോട്ടർമാർ പറയുന്നുവെന്ന് കേൾക്കാം. ചിഹ്നം ബാധകമല്ല. ആർക്കും ഓരോ പാർട്ടി ഏതെങ്കിലും ഒരു ചിഹ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് ചിഹ്നത്തിന് വേണം സ്ഥാനാർത്ഥി നോക്കും. ഞങ്ങൾ പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ചിഹ്നമല്ല, നമ്മൾ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കുക എന്നുള്ള നമ്മുടെ പോളിസി. ചിഹ്നം നോക്കില്ല. സ്ഥാനാർത്ഥിയുടെ ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളൊക്കെ നോക്കി തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. ചിഹ്നം നോക്കിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇഷ്ടം. നമ്മൾ നല്ല സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം. ചിഹ്നം പ്രശ്നമല്ല. കാരണം നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഇപ്പോൾ എന്നതാ കാണിക്കുന്നൊന്നുമല്ല. നമുക്കൊരു ഏതൊരു വ്യക്തി നമുക്കൊരു പ്രവർത്തി നല്ല പ്രയോജനം ചെയ്യുന്ന വ്യക്തി നമ്മൾ വോട്ട് ചെയ്യും. സ്ഥാനാർത്ഥിയെ നോക്കിയാണ് നമ്മൾ ഡിമാൻഡ് നോക്കിയാണ് ചെയ്യുന്നത്. ചിഹ്നമൊന്നും ഒരു നോക്കേണ്ട ചോദ്യം പിടിയൊന്നും ഇതല്ല. എനിക്ക് വ്യക്തിപരമായ രീതിയിൽ ഒരാൾ കൊള്ളാം, നാടിനെ കൊള്ളാം എന്നുള്ളൊരു ആളാണെന്ന് തോന്നിയാൽ അതിനെങ്കിൽ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥിയുടെ കഴിവുകൾ ഇതിനു മുമ്പേ നമ്മുടെ മണ്ഡലങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെല്ലാം പരിഗണനയിൽ വെച്ചിട്ടേ ഉള്ളൂ അത് വോട്ട് ചെയ്യത്തുള്ളൂ. ചിഹ്നം ഒരു പ്രശ്നമല്ല. നല്ല പ്രവൃത്തി ചെയ്യുന്നവനാണെങ്കിൽ അവന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ചെയ്യത്തില്ല. അപ്പോൾ സ്ഥാനാർത്ഥിയല്ലേ നോക്കും, ചിഹ്നമല്ലേ നോക്കുന്നത്. സ്ഥാനാർത്ഥിയെ നോക്കിയേ വോട്ട് ചെയ്യുള്ളൂ. അല്ല, ചിഹ്നം നോക്കുന്ന അത് പാർട്ടിക്കാർ ഓരോരുത്തർ, ഇപ്പം കോൺഗ്രസ് ആണെങ്കിൽ കൈപ്പത്തി, ഇടതുപക്ഷമാണെങ്കിൽ അവരുടെ